നിമിഷപ്രിയയുടെ മോചനത്തിനായി തീവ്ര ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സ്വരുക്കൂട്ടിയ പണത്തിൽ നിന്നും ഒരു തുക, ബാക്കി വന്ന തുക നിമിഷപ്രിയയുടെ മോചനത്തിന്റെ സഹായമായി നൽകാമെന്ന് നിയമസഹായ സമിതി ട്രസ്റ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന് കുടുംബവും, അബ്ദുൾ റഹീമിന്റെ കുടുംബവും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അബ്ദുൾ റഹീം നിയമസഹായ സമിതി ട്രസ്റ്റിന്റെ വ്യക്തി നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ആലിക്കുട്ടി, ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കുടുംബം നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കാണ് നിങ്ങളിപ്പോൾ ഈ ധനസഹായം കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത്? കൊടുക്കുക എന്നല്ല പറഞ്ഞത്. ഞങ്ങളെ തീരുമാനം, ഞങ്ങൾ മീറ്റിംഗ് കൂടിയിരുന്നു. ഞങ്ങൾക്ക് 2 തരം കമ്മിറ്റിയാണ്. ഒന്ന് നാട്ടിലുള്ള ട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗൾഫിലൊരു കമ്മിറ്റി ഉണ്ട്. ഈ 2 കമ്മിറ്റിയും ഒരു യോഗം കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിമിഷപ്രിയൻ്റെ വിഷയം വരാൻ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്തു. വിശദമായ ചർച്ചയ്ക്ക് ശേഷം അവർക്ക് ഈ ബ്ലഡ് മണി ആവശ്യപ്പെട്ടുകൊണ്ട് തീരുമാനമായിട്ടില്ലല്ലോ, അപ്പം നമുക്ക് ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. ആലോചിക്കാമെന്ന് മാത്രമല്ല, അങ്ങനെ വരുന്ന പക്ഷേ അതിന് പോസിറ്റീവായിട്ട് കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ കുടുംബവുമായി ചർച്ച ചെയ്തിരുന്നു. ആ കുടുംബത്തിൻ്റെ ഒരു നിലപാട് എന്താണ് ഇതിൽ? കുടുംബം നേരത്തെ പറഞ്ഞു, എനിക്ക് റഹീം പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി, ബാക്കി എത്ര വേണം വേറെ ഇതുപോലുള്ള ഇതിനുവേണ്ടി സമാനമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി ശേഖരിച്ച ധനം, അതിൽ നിന്നും എത്ര രൂപ ഇപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബത്തിന് നൽകാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അതിപ്പോൾ അതിൻ്റെ കൺവീനർ എന്നുള്ളതൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ കൂടി ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ എത്ര തുക ബാക്കി വന്നിട്ടുണ്ട്? ബാക്കി ഏകദേശം ഞങ്ങൾ 48 കോടി നേരത്തെ പിരിച്ച വിവരം ഞങ്ങൾ നേരത്തെ പത്രസമ്മേളനം കുറിച്ച് പറഞ്ഞതാണല്ലോ. അതിൻ്റെ ബാക്കി ഇതിപ്പോൾ 37 കോടി ചിലവായിട്ടുണ്ട്. ബാക്കി 37 കോടി സംതിങ് ചിലവായിട്ടുണ്ട്. ബാക്കി അവിടെ ഉണ്ടാവും, ബാങ്കിലാണ് കേട്ടോ. ഇതിപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ, അധികം സമയം നമുക്ക് മുന്നിലില്ല നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഈ തുക വേണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്കത് കൈമാറാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലാണോ ഉള്ളത്? അത് തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് പൈസ പിരിച്ചു വെച്ചതല്ല, ഞങ്ങൾക്കൊന്ന് യോഗം എടുത്ത് തീരുമാനിക്കേണ്ട ആവശ്യമുള്ളൂ. 1.5 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. തീരുമാനം എടുത്താൽ പൈസ അയക്കുന്ന കാര്യത്തിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ മുഴുവൻ സംഖ്യ, ആരോ പറഞ്ഞ് മുഴുവൻ സംഖ്യ ഞങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, തീരുമാനം എടുത്തില്ല. തീരുമാനം എടുത്താലേ പറയാൻ പറ്റൂ. എന്തായാലും അതിന് പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. കൂടി ആലോചിച്ച് തീരുമാനത്തിന് ശേഷം അതിൽ നടപടി ഉണ്ടാകും. പറ്റുള്ളൂ. അതൊരു ഞങ്ങളൊരു വിദഗ്ധ സമീപിക്കുകയും ലീഗൽ അഡ്വൈസ് വാങ്ങിയതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിഞ്ഞാൽ ഞാൻ ചെയ്യും. എന്തായാലും ശരി, ഞങ്ങളെ പൈസ കൊണ്ട് കിട്ടാത്തത് കൊണ്ട് നിമിഷപ്രിയൊക്കെ പ്രയാസം ഉണ്ടാവില്ല. ഏത് ഒരു നിമിഷം കൊണ്ട് അവർ ഇറങ്ങാൻ അത്രയും സന്തോഷം അതുണ്ട്. നമുക്ക് റഹീമും പിന്നെ നിമിഷമൊക്കെ ഒരുപോലെയാണ് കേട്ടോ. തീർച്ചയായും ഇതാണ് അബ്ദുൾ റഹീം നിയമസഹായ സമിതിയുടെ ഒരു നിലപാട്. ഏതായാലും അബ്ദുൾ റഹീമിന്റെ കുടുംബവും സമാനമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തിനോട് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുണ്ട്. അവരുമായി കൂടി ആലോചിച്ച ശേഷം അന്തിമമായൊരു തീരുമാനം സ്വീകരിക്കാമെന്നുള്ളതാണ് അറിയിച്ചത്. ഏത് നിമിഷം വേണമെങ്കിലും ഈ പണം നിമിഷപ്രിയയുടെ കുടുംബത്തിന് കൈമാറാൻ സാധിക്കുമെന്നുള്ളതും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.